നമ്മൾ ബംഗ്ലാദേശിൽ നിന്ന് തുടങ്ങാം. കാരണം ബംഗ്ലാദേശിൽ അതിതീവ്രമായ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യ, യൂറോപ്പ്, അതേപോലെ മിഡിൽ ഈസ്റ്റിൽ അവസാനിപ്പിക്കാം. ബംഗ്ലാദേശിൽ ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യ കൃത്യമായിട്ടുള്ള ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ബംഗ്ലാദേശിന് കൃത്യമായ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളിങ്ങനെ UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഈ ഡ്രോൺ വെച്ചിട്ടുള്ള കളി നിർത്തണം. കാരണം ഇന്ത്യക്ക് വളരെ വേഗത്തിൽ തന്നെ അതിനെ വെടിവെച്ചിടാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു വാർണിംഗ്, കൃത്യമായ താക്കീത് ഇന്ത്യ ബംഗ്ലാദേശിന് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ബംഗ്ലാദേശിന് ഇപ്പം നിലവിൽ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ അർക്കൻ ആർമിയുടെ സൈഡിൽ നിന്നാണ്. അർക്കൻ ആർമിയുടെ സൈഡ് ഇന്ന് രാവിലെ തന്നെ ഈ ഒരു വിഷയം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ട് തന്നെയാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ഈ അർക്കൻ ആർമി ഈ ഒരു റിവർ കടന്നു വന്നിട്ട് അവർ ബംഗ്ലാദേശിന്റെ ആ ഒരു തേക്ന എന്ന് പറഞ്ഞ റിവർ, ആ തേക്ന റിവർ കഴിഞ്ഞ് വന്ന് ആ ഒരു വില്ലേജ് അവർ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. ഇത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തൊരു വാർത്തയായിട്ട് വെളിയിൽ വന്നിട്ടില്ല. പക്ഷേ ബംഗ്ലാദേശിന്റെ ഉള്ളില് അവർ ഈ ഒരു ലോക്കലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു അനൗൺസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് തേക്ന റിവറിന്റെ അവിടെ നിങ്ങൾ പോവണ്ട എന്നുള്ള രീതിയിൽ, അതായത് അർക്കൻ ആർമിയുമായിട്ട് ഒരു ചെറിയ ഫൈറ്റോ അങ്ങനെ ഒരു ക്ലാഷിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു ഒരു നിയന്ത്രണമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് കരുതപ്പെടുന്നത്. ഈ അർക്കൻ ആർമി എന്ന് പറയുന്നത് പോലെ ഏതാണ്ട് 50-ലധികം ഇതേപോലെ സെക്ടേറിയൽ ആർമി ആയിട്ടുള്ള ആൾക്കാർ ഈ മിയാൻമാറിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിലുപരിയായിട്ടാണ് അവിടെയുള്ള ഈ രാജ്യത്തിന്റെ മിലിറ്ററിയൊക്കെ അതിന് ശേഷമാണ്. കൊടുക്കുന്ന ഒരു മാപ്പ് നിങ്ങൾ നോക്കിക്കോ. ഈ തേക്ന റിവർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ബംഗ്ലാദേശിനും അതായത് ഈ ഒരു മിയാൻമാറിന് ഇടയ്ക്ക് കിടക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു റിവറാണ്. ഈ റിവർ കടന്നു വന്ന് കയറി പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബംഗ്ലാദേശിന്റെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയെ തന്നെ അത് ബാധിക്കുന്ന വിധത്തിലാണ് ആ ഒരു ആക്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ യുവമാർക്ക് നോക്കിക്കോണം, യുവമാര് ഇൻസൈഡ് ഈ രാജ്യത്തിന്റെ ഉള്ളിൽ കിടന്ന് ഇവരുടെ ഒപ്പം ജീവിച്ചിരുന്ന ഈ മൈനോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ യുവമാർക്ക് ഏത് തരത്തിലുള്ള അതിക്രമവും കാണിക്കാം. കാരണം ഇവന്മാർ കൂട്ടമായിട്ട് വരാണല്ലോ, ഈ മോബ് ലിഞ്ചിങ് ആണ്. കൂട്ടത്തോടെ വരുമ്പോഴത്തേക്കും ആൾക്കൂട്ടത്തിൽ തന്നെയാണ്. കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥയുണ്ടല്ലോ, ആ രീതിയാണ് മൈനോറിറ്റീസിന് അവിടെ. ഇവന്മാർക്ക് കുറെ ആൾക്കാർ കൂടി ചേർന്ന് ഇവന്മാർക്ക് ഒരു ഊർജ്ജം കിട്ടും. അങ്ങനെയാണ് ഇവന്മാർ പോയിട്ട് ഈ മൈനോറിറ്റീസിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇതാ കൃത്യമായിട്ട് ഒരു സെക്ടേറിയൻ ആർമിയാണ്, ഒരു സെക്ടേറിയൻ ബറ്റാലിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കൃത്യമായിട്ടുള്ള ട്രെയിൻഡ് ആർമി പോലത്തെ, അതായത് ഒരു ഗോത്ര രീതിയിൽ വരുന്ന ഒരു ആർമിയാണത്. അവരെ പോലും നേരിടാൻ കഴിയാത്ത ഈ ബംഗ്ലാദേശിലുള്ള സോ കോൾഡ് ബോർഡർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ആ ഒരു ആർമി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ബംഗ്ലാദേശികൾ ഇന്നലെ ഇന്ത്യക്കെതിരെ, പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർ മോദിക്കെതിരെ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മൾ ഡിസംബർ 16 എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശ് രൂപപ്പെട്ട ദിവസം, അതായത് പാകിസ്ഥാൻ ഇന്ത്യയെ എടുത്ത് പരാജയപ്പെട്ട് എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് മടങ്ങിപ്പോയ ദിവസമാണ്. ആ ദിവസത്തെ ഓർക്കുന്ന രീതിയിലുള്ള ഒരു മെമ്മോറിയൽ സെറമണിയിൽ മോദി സംസാരിച്ച സമയത്ത് അതിനെ എടുത്തുകൊണ്ട് ഗണ്ണിച്ചുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ് ബംഗ്ലാദേശിന് ഉള്ളിലുള്ള വന്നിട്ട് സംസാരിച്ചത്. അതായത് ബംഗ്ലാദേശ് ആർമിയാണ് പാകിസ്ഥാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ബംഗ്ലാദേശിന് ഫ്രീഡം മേടിച്ചത്. ഞങ്ങളുടെ ടെറിട്ടോറിയൽ അതേപോലെ ഞങ്ങളുടെ സോവറനിറ്റിയെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ, ഞങ്ങളുടെ ഇൻഡിപെൻഡൻസിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്പീച്ചാണ് ഇന്ത്യ നടത്തുന്നത് എന്നുള്ള രീതിയിൽ ഗണ്ണിക്കുകയാണ് ചെയ്തത്. അതായത് അവർക്ക് അപമാനം കൊണ്ടങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല പോലും. അതായത് അവരല്ല സ്വാതന്ത്ര്യം നേടിയത്, ഇന്ത്യ സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തു എന്നുള്ളത് ലോകമെമ്പാടും അറിയുന്ന കാര്യമല്ലേ. അതിനാണല്ലോ ഈ സൈൻ ചെയ്ത്, ഇന്ത്യയുമായിട്ട് സൈൻ ചെയ്ത് പോയിട്ടല്ലേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അല്ലാതെ നിങ്ങളോട് സൈൻ ചെയ്ത് പോയിട്ടല്ലല്ലോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്ത്യയാണ് ആ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയത്. അത് യാതൊരു രീതിയിലും സംശയത്തിന് ഇടവരാത്ത കാര്യമാണ്. ഇനി ഇപ്പൊ ജനിച്ച കുട്ടികൾ വന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പൊ ജനിച്ച, അതായത് ഈ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് വന്നിട്ട് ഈ മൈക്കും പിടിച്ച് ഇങ്ങനെ പ്രസംഗിക്കുന്നത്, അത് ഇന്ത്യക്കെതിരെ. എനിവേ ഇതിൽ തന്നെ വളരെ വ്യക്തമാണ് യുവമാർക്ക് ഈ ശത്രുത ഏത് രീതിയിൽ വന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ത്യയുമായിട്ട് ഭയങ്കര ശത്രുതയാണ്. ഇനിയിപ്പോൾ അത് മതത്തിന്റെ പേരിലാണോ എന്തിന്റെ പേരിലാണോ അറിയത്തില്ല. ഇനി ഏത് രീതിയിലുള്ള ശത്രുതയാണെങ്കിലും അവന്മാർക്ക് ഇന്ത്യയുമായിട്ട് ശത്രുതാ മനോഭാവം തന്നെയാണ് ഉള്ളത്. അതിന്റെ ഒരു പ്രതികാരം എന്ന രീതിയിലാണ് അവന്മാർ ഈ മൈനോറിറ്റീസിന് അടുത്ത് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മൈനോറിറ്റിയുടെ കാര്യങ്ങൾ വളരെ കഷ്ടം തന്നെയാണ്. ഈ അർക്കൻ ആർമി അവിടെ റോഹിംഗ്യ മുസ്ലിംസിന്റെ ഉള്ളിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അവിടെ മിയാൻമാറിന്റെ ഉള്ളിൽ. അപ്പൊ എന്താ അവരിപ്പോ ഈ ബംഗ്ലാദേശിന്റെ ബോർഡർ, ഈ ഒരു തേക്ന റിവർ കഴിഞ്ഞുള്ള കാര്യങ്ങൾ, അവർ ഈ നാഫ് റിവർ കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗമാണ് തേക്നാഫ് എന്ന് പറയുന്നത്. ഈ തേക്നാഫ് ആണ് അവർ കയറി പിടിച്ചിരിക്കുന്നത്. ഇതില് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉദിക്കുന്നത് ഈ ഒരു സെയിന്റ് മാർട്ടിൻ ഐലൻഡ് ആണ്. ഈ സെയിന്റ് മാർട്ടിൻ ഐലൻഡിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ലക്ഷദ്വീപിൽ പോകുന്നത്, അതുപോലെ തന്നെയാണ് ഒരു എൻട്രൻസ് എന്ന് വേണമെങ്കിൽ പറയാം. തേക്നാഫ് എന്ന് പറയുന്ന ആ ഒരു പ്ലേസ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെയിന്റ് മാർട്ടിൻ ഐലൻഡിന് പോവേണ്ട കൃത്യമായിട്ടുള്ള വഴിയാണ്. അവിടെയാണ് എല്ലാവിധ സർവീസസ് സപ്ലൈസ് എല്ലാം പോകുന്നത്, അത് ത്രൂ ആണ്. അർക്കൻ ആർമി ഇപ്പോൾ അത് ക്യാപ്ചർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു വീഴ്ചയാണ്. എല്ലാ വിധത്തിലും US കീപ്പ് ചെയ്യുന്ന ഡിപ്ലോമസി വരെ നശിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവർക്ക് ഈ ഒരു സെയിന്റ് മാർട്ടിൻ ഐലൻഡിനെ വെച്ചിട്ടുള്ള ഒരു ഡിപ്ലോമസി അവിടെ USA കളിക്കുന്നുണ്ടല്ലോ, ആ ഡീപ് സ്റ്റേറ്റിന്റെ ഡിപ്ലോമസി വരെ തകർന്നു പോകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു പ്രകടനം. ഈ അർക്കൻ ആർമി ഇത് പിടിച്ചതോടുകൂടി ബംഗ്ലാദേശിന് നഷ്ടപ്പെടുന്നത് ഈ ഒരു സെയിന്റ് മാർട്ടിൻ ഐലൻഡിനുള്ള വഴിത്തടമാണ് നഷ്ടപ്പെടുന്നത്.
എനിവേ അത് അവന്മാർ എന്തെങ്കിലും കാണിച്ചോട്ട്, ആ രീതിയിൽ യുവമാർക്ക് ഇങ്ങനെ തന്നെ വേണം. ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയെ ആയിരിക്കും അവർ ബ്ലെയിം ചെയ്യുന്നത്. കാരണം ഇന്ത്യക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല. ഇന്ത്യക്ക് ഞാൻ കണ്ടെത്തുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇന്ത്യക്ക് ഒരു റോളുണ്ട്. അത് മ്യാൻമറിൽ തന്നെ റോളുണ്ട്. മ്യാൻമർ റൂളിംഗ് പാർട്ടിയുമായിട്ട് റോളുണ്ട്. മ്യാൻമർ അണ്ടർ മിലിറ്ററി റൂളിംഗിലാണ്. അപ്പൊ മിലിറ്ററിയുമായിട്ടും ഇന്ത്യക്ക് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഈ അർക്കൻ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. ഇന്ത്യക്ക് അവിടുത്തെ സെക്ടേറിയൽ ഗ്രൂപ്പിലുള്ള എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. അതിന് കാരണം വേറെ ഒന്നുമില്ല. അതിന് കാരണം വളരെ വ്യക്തമാണ്. ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശ് വഴി മ്യാൻമാർ ത്രൂ തായ്ലാന്റിലേക്ക് നമ്മളൊരു റോഡ് ഇടുന്നുണ്ട്. ഏതാണ്ട് 1000+ കിലോമീറ്റർ ലെങ്ത് വരുന്ന 1200 കിലോമീറ്ററോളം ലെങ്ത് വരുന്ന റോഡാണ്. അപ്പൊ ആ റോഡിന്റെ ഏതാണ്ട് 70% വർക്ക് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ചൈനയുടെ കുത്തിത്തിരിപ്പ് കാരണം ഈ മ്യാൻമറിൽ കയറി പോയിട്ട്, അതായത് ഈ ബെൽറ്റ് ആൻഡ് റോഡ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതിന് പകരമായിട്ട് ഇവര് ആ ചൈന അവിടെ മ്യാൻമറിൽ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അർക്കൻ ആർമിയുമായിട്ടായാലും ശരി, അതായത് ആ മ്യാൻമറിലുള്ള അവരുടെ ഓൺ ആർമി ആയാലും ശരി, അവര് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 200 കിലോമീറ്ററോളം, ഒരു 30% വർക്ക് അവിടെ കംപ്ലീറ്റ് ആവാതെ കിടക്കുകയാണ്, ഇൻകംപ്ലീറ്റ് ആയിട്ട്. അത് ഈ മ്യാൻമറിന്റെ ഭാഗത്താണ് കിടക്കുന്നത്. ആ ഒരു മേഖല റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം മ്യാൻമാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങളോ എന്തെങ്കിലും റിക്വസ്റ്റുകൾ വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ മ്യാൻമാറിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ പ്രത്യേകിച്ച് അർക്കൻ ആർമി ഈ റൂട്ട് അതിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഈ ബോർഡർ ആണല്ലോ, ബംഗ്ലാദേശിൽ നിന്നും ആ മ്യാൻമാറിലോട്ട് കയറുന്ന ഒരു ബോർഡറാണിത്. അപ്പൊ ആ ബോർഡറിലോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം അത് പരിഹരിക്കണമെങ്കിൽ ഈ അർക്കൻ ആർമിയെ നമ്മൾ റിസോൾവ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അവർ പറയുന്ന പറഞ്ഞാല് അവർക്കും കൂടെ അവകാശം വരുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ ആയിരിക്കണം അവിടെ വരുന്നത് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഇന്ത്യ അതിന് അമിക്കബിളി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ അതിലുപരിയായിട്ട് ഇന്ത്യ അർക്കൻ ആർമിയെ എടുത്ത് പൈസ കൊടുത്തിട്ട് നിങ്ങൾ ബംഗ്ലാദേശിന്റെ ബോർഡർ കയറി പിടിച്ചോന്നൊന്നും ഇന്ത്യ പറയുന്നില്ല. അത് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം. ഇന്ത്യക്ക് ഓരോ രാജ്യങ്ങളോടും ഇന്ത്യയുടേതായിട്ടുള്ള താല്പര്യമുണ്ട്. അല്ലാതെ ബംഗ്ലാദേശ് ആര് പിടിക്കുന്നു, ബംഗ്ലാദേശും അർക്കൻ ആർമിയും തമ്മിൽ എന്താണ് ഇഷ്യൂ, ഇതൊന്നും ഇന്ത്യ ഡിസ്കസ് ചെയ്യുന്ന വിഷയമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ അത് ഓൺ ചെയ്യാൻ താല്പര്യപ്പെടാത്തത്. ഇന്ത്യക്ക് അവിടെ താല്പര്യമുണ്ട്, അത് ഇന്ത്യയുടേതായിട്ടുള്ള താല്പര്യമാണ്, അത് വേറെ രീതിയിലാണ്. അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിലാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അർക്കൻ ആർമിയുമായിട്ട് നമ്മൾ നിരന്തരം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇനിയിപ്പോ അതിനേക്കാളും വലിയ തൊല്ലയായിട്ടാണ് ഈ ബംഗ്ലാദേശിലൂടെ ഇപ്പൊ ഈ റോഡ് പോകുന്നത് കൊണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പിയുമാർ ഇതെല്ലാം പൊളിച്ചടുക്കി കൈ തരുന്ന ഒരു ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത് തൽക്കാലം ഇന്ത്യ ഇന്റർഫിയർ ചെയ്തിട്ട് ഇപ്പൊ പെട്ടെന്ന് ഈ റോഡിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് അർക്കൻ ആർമിയുമായിട്ട് ഏത് ലെവലിലാണ് എന്നുള്ളതിനെ കുറിച്ച് മാത്രം പരാമർശിച്ചു പോയതാണ്. കാരണം നാളെ വാർത്തകൾ ചിലപ്പോൾ വരും, ഇന്ത്യ ഇൻവോൾവ്മെന്റ് ചെയ്തു, കുറെ ആൾക്കാർ ഇങ്ങനെ ന്യൂസ് കൊടുക്കും, ഇന്ത്യയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് അർക്കൻ ആർമി ബംഗ്ലാദേശിനെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഫേക്ക് ന്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിത് മുൻകൂട്ടി പറഞ്ഞു വെച്ചതാണ്. ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ട്, അത് റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലാതെ യുവമാരുമായിട്ട് ബന്ധപ്പെട്ടില്ല. നമ്മൾ പറഞ്ഞല്ലോ, യുവമാര് സ്വയമേ നശിക്കും. അവിടെ 10 ലക്ഷം ആൾക്കാരുമായിട്ടാണ് ഇപ്പൊ അവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. റോഹിംഗ്യകൾ മൊത്തം റോഹിംഗ്യകൾ ഇളകിയിട്ടുണ്ട്. അവന്മാര് കൃത്യമായ പണി ബംഗ്ലാദേശിന് കൊടുക്കും, ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരും. ആ വരുന്ന സമയത്ത് അവന്മാർക്ക് പണി നല്ല രീതിയിൽ കിട്ടിക്കോളും. ഇവിടെ ഒരു 10 ലക്ഷം പേര് വന്ന് കൂടെ നിറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ബംഗ്ലാദേശ്? ഒന്നാമതേ അവിടെ ദാരിദ്ര്യം. ഇനിയുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്നും യൂറോപ്യൻ കൺട്രീസ്, അതായത് നാറ്റോയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള കൺട്രീസ്, 3 രാജ്യങ്ങൾ നമ്മുടെ അടുത്ത് പ്രത്യേകിച്ച്, അതായത് ഈ പീരങ്കി അതിന്റെ ഓർഡറുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് എത്രയും വേഗം ഞങ്ങൾക്ക് വൻ ക്വാണ്ടിറ്റി, ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾക്ക് ഈ സാധനം വേണമെന്നാണ് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. അത് ഏത് പ്രോഡക്റ്റ് ആണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാം. എ ടാഗ് എന്ന് പറഞ്ഞ ഹോവിറ്റ്സർ, അത് ശരിക്കും പറഞ്ഞാൽ പീരങ്കി ഗണ്ണാണത്. കാർഗിലിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ബോഫോസിന്റെ ആണ്. അതും കുറച്ച് ഈസി മൂവബിൾ ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും ബോഫോസിനേക്കാളും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതും പല രീതിയിൽ നല്ല രീതിയിൽ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഇത് 2 കമ്പനികളാണ് ഇതിനകത്ത് ഇടപെട്ടത് ഉണ്ടാക്കിയിരിക്കുന്നത്. DRDOക്ക് വേണ്ടിയിട്ടാണ് ഇത് മാനുഫാക്ചറിങ് ചെയ്തത്. ഒരു കമ്പനി ടാറ്റ, മറ്റൊരു കമ്പനി ഭാരത് ഫോർജ് ലിമിറ്റഡ്. ഈ 2 കമ്പനികളോട് ചേർന്നിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അതിനൂതനമായ നിർമ്മിതിയാണ്, ഇതിലൊന്നും പറയാനില്ല. കാരണം ഇപ്പൊ നിലവിലുള്ള ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ നിലവിലുള്ള ഈ ഒരു ഹോവിറ്റ്സർ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും വളരെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള സാധനമായിട്ടാണ് കരുതപ്പെടുന്നത്. പിന്നെ ഇതിന്റെ കോസ്റ്റ്, ഈ സെയിം സാധനം ഇസ്രയേലിലുണ്ട്. പക്ഷേ ഇസ്രയേലിന്റെ സാധനത്തിനേക്കാളും കുറച്ചുകൂടെ എഫിഷ്യൻസി ഉള്ള ഒരു സാധനമാണ് നമ്മളിപ്പം മോഡേൺ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ടെക്നോളജി കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സാധനമാണ് ഈ ഒരു ഹോവിറ്റ്സർ, എ ടാഗ് ഹോവിറ്റ്സർ. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ചൈനയിൽ നമുക്ക് കോമ്പറ്റീറ്റർ ആയിട്ട് ഏഷ്യൻ സൈഡിൽ ചൈനയാണുള്ളത്. ചൈനയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി അത്ര പോരാ എന്നുള്ളതാണ് പലരുടെയും അഭിപ്രായം. അത് തന്നെയാണ്. പക്ഷെ നമ്മുടെ പ്രോഡക്റ്റിന് നല്ല ക്വാളിറ്റി ഉണ്ട്. അത് പോരാഞ്ഞിട്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് കരുതപ്പെടുന്നത് ഇതിന്റെ പ്രൈസ് ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് $1,00,000 ഒരു യൂണിറ്റിന്റെ വില വരുന്നത്. പക്ഷെ അതേസമയം ഇതിന്റെ 3 ഇരട്ടി വരും നമ്മൾ ഇസ്രയേലിലോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ. മറ്റുള്ള, അതായത്
ഇസ്രയേൽ, ഫ്രാൻസ്, അതേപോലെ USA പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് ഈ സാധനം ഈ ഹോവിറ്റ്സർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഇരട്ടി, അതായത് $3 ലക്ഷം വരെ ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് തോന്നുന്നതുകൊണ്ടാണ് എസ്റ്റോണിയയാണ് ഇന്നലെ ഓർഡറുമായിട്ട് വന്നിരിക്കുന്നത്. എസ്റ്റോണിയ, പോളണ്ട്, സ്ലോവേനിയ. ഈ സ്ലോവേനിയയൊക്കെ ഓൾറെഡി തന്നെ ഒരുപാട് നാൾക്ക് മുമ്പ് തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ ഭാഗത്ത് കിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടാണ് ഇതിനകത്ത് ഡിസിഷൻ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ വരുമ്പോഴത്തേക്കും ഒരു ഹോവിറ്റ്സറാണ് ഏതൊരു യുദ്ധ ഫീൽഡിലും ഉപയോഗിക്കപ്പെടുന്ന സാധനങ്ങളാണ്. പക്ഷെ നമ്മുടെ ഹോവിറ്റ്സറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ പവറാണ് അവർ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ 2 മോഡുണ്ട്. ഈ 2 മോഡില് ഒന്ന് ഓട്ടോമാറ്റിക് മോഡ്, പിന്നെ ഒന്ന് സസ്റ്റൈനബിൾ മോഡ് എന്നാണ്. ഈ ഓട്ടോമാറ്റിക് മോഡിൽ 15 സെക്കൻഡിൽ 3 തവണ ത്രോ ചെയ്യും. അതായത് വെടിയുണ്ട 3 തവണ ത്രോ ചെയ്യും 15 സെക്കൻഡിൽ ഓട്ടോമാറ്റിക് മോഡിൽ. അതേ സസ്റ്റൈനബിൾ മോഡിലാണെന്നുണ്ടെങ്കിൽ 60 മിനിറ്റിൽ, അതായത് 60 മിനിറ്റിൽ 1 മണിക്കൂറിൽ 60 റൗണ്ട് ഇത് ഫയർ ചെയ്യും. അതാണ് ഇതിന്റെ ഒരു ടെക്നിക്കൽ പരമായിട്ട് ഇത് പറയപ്പെടുന്നത്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീപ്പ് സ്റ്റഡി ഒന്നും നടത്തുന്നില്ല. പക്ഷേ പ്രാഥമികമായിട്ട് ഒരു ഹോവിറ്റ്സർ ഒരു ഗണ്ണാണ്, ഒരു പീരങ്കി ഗണ്ണാണ്. അത് അത്ര മനസ്സിലാക്കിയാൽ മതി. അതിന്റെ നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റിയാണ്. നമ്മൾ കാർഗിൽ ഉപയോഗിച്ചിരുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരു സാധനമാണ്. ഇതിന് ഇപ്പം ഗ്ലോബൽ ഡിമാൻഡ് കൂടി വരുന്നുണ്ട്. കാരണം യുദ്ധമുഖത്ത് ഇത് വളരെ അനിവാര്യമായിട്ടൊരു സാധനമാണ്. ഏതാണ്ട് 1800ഓളം ഹോവിറ്റ്സറുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ഇനഫാണ്. പാകിസ്ഥാന്റെ ബോർഡറിലായാലും ചൈന ബോർഡറിലായാലും ഡിപ്ലോയ് ചെയ്യാൻ നമുക്ക് സഫീഷ്യന്റ് ആണ്. നമ്മൾ ഓൾറെഡി തന്നെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഞാൻ പറഞ്ഞൊരു 1800 നമുക്ക് ഇൻ സ്റ്റോക്കിലുള്ള സാധനമാണ്. ഇത് വേണമെങ്കിൽ ബംഗ്ലാദേശിന്റെ ബോർഡറിൽ 2 കൊണ്ടിടാന്നേ ഉള്ളൂ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിന്റെ ഒരു ജിയോ പൊളിറ്റിക്സിനെ ചേഞ്ച് ചെയ്യും. ഇന്ത്യയുമായിട്ടുള്ള ജിയോ പൊളിറ്റിക്സ് യൂറോപ്പിൽ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഓർഡർ ആയതുകൊണ്ടാണ് ഇന്ത്യ അത് കുറച്ച് താമസിച്ച് ഡിസിഷൻ എടുക്കാൻ വെച്ചിരിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു പോസിറ്റീവ് ഡിസിഷൻ തന്നെ എടുക്കേണ്ടി. ഈ പറഞ്ഞ രാജ്യങ്ങൾ, ഈ എസ്റ്റോണിയ, പോളണ്ട്, സ്ലോവേനിയ പോലത്തെ രാജ്യങ്ങളൊക്കെ റഷ്യയുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളല്ല, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളല്ല. ഇവരൊക്കെ റഷ്യയുടെ ഭീഷണി, അതായത് റഷ്യയെ പേടിക്കുന്ന രാജ്യങ്ങളാണ്. റഷ്യയെ ഇവർക്ക് പേടിയുണ്ട്. അത് മാത്രമാണ് ഇതിന്റെ വരുന്ന ഒരു കണ്ടീഷൻ, ഒരു തടസ്സം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഏത് രീതിയിൽ ഇന്ത്യ ഡിപ്ലോമാറ്റിക്കലി ഡീൽ ചെയ്യണോ ആ രീതിയിൽ ഡീൽ ചെയ്ത് ഈ ഒരു സെയിൽ നടത്തുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ വളർച്ചയ്ക്കും ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ, അതുപോലത്തെ ഇന്ത്യയുടെ സെൽഫ് റിലയൻസിനും ആത്മനിർഭർ ഭാരതിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതുപോലത്തെ സെയിൽ നോട്ടുകൾ സൈൻ ചെയ്ത് ഈ പ്രോഡക്റ്റ് വിറ്റഴിക്കുക എന്നുള്ളത്. ആരെയും അങ്ങനെ മുൻധാരണ വെച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓർഡർ വന്നു കഴിഞ്ഞാൽ കൊടുക്കുക. നിലവിൽ അവർ തമ്മിൽ യുദ്ധമൊന്നുമില്ല, കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതെങ്ങനെ കൊടുക്കാമോ, ഇന്ത്യ ഇത് കൊടുക്കാമോ വേണ്ടിയോ എന്നുള്ളത് ഈ നാറ്റോ രാജ്യങ്ങൾക്ക്. കാരണം കുറച്ചുകൂടെ വിശാലമായ ഡിപ്ലോമാറ്റിക് അഭിപ്രായങ്ങൾ നമുക്ക് തേടാം ഈ ഒരു വിഷയത്തിൽ. വന്നു കഴിഞ്ഞാൽ IDF സോൾജേഴ്സ് 2 പേര് മരണപ്പെട്ടിട്ടുണ്ട് ഗാസയ്ക്കുള്ളിൽ. അതായത് ആടി ഒലിഞ്ഞിരുന്ന ഒരു ബിൽഡിംഗ്, കെട്ടിടം തകർന്നു വീണിട്ടാണ് അവർ കൊല്ലപ്പെട്ടത്. ആ രീതിയിൽ 2 മരണം സംഭവിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സെക്യൂരിറ്റി മെഷേഴ്സിനെ കുറിച്ച് ഒരുപാട് കൺസേണോടുകൂടി ഇസ്രായേൽ ഗട്ട്സ് സംസാരിച്ചിട്ടുണ്ട്, ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള. ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സിറിയ കെയർ ടേക്കർ പ്രൈം മിനിസ്റ്റർ ബാഷർ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഫോറിൻ റിസർവ് വളരെ കുറവാണ്, ഏതാണ്ട് $200 മില്യൺ മാത്രമേ ഉള്ളൂ കൈവശം. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് മുന്നോട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു രീതിയിലുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് 200 മില്യൺ ഇറ്റ്സ് ഓക്കെ. കാരണം ഇവിടെ ബംഗ്ലാദേശും മാലിദ്വീപും അതേപോലെ പാകിസ്ഥാനൊക്കെ ഓർത്തു കഴിഞ്ഞാൽ യു ആർ ഫാർ ബെറ്റർ ദൻ ദം, അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. ഇസ്രായേൽ ഇന്നും ഈ സിറിയക്കുള്ളിൽ കടന്നു പോയിട്ടുണ്ട്. അതായത് ഈ ബഫർ സോൺ എന്ന് പറഞ്ഞ ആ പ്ലേസ് കഴിഞ്ഞിട്ടും തന്നെ കടന്നു പോയിട്ടുണ്ട്. ആ ഒരു മിലിറ്ററി ആർട്ടിലറി ഗൺസ് ഒക്കെ കൊണ്ടിങ്ങനെ പോകുന്ന ഒരു വീഡിയോ പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ട്. അപ്പൊ അതിന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന ഉത്തരവ് നമ്മൾ കൃത്യമായിട്ട് അറിയിക്കേണ്ട ആൾക്കാരെ അറിയിച്ചിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളവർ മാധ്യമ പ്രവർത്തകർ ഇതിനെക്കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടേണ്ട. അതായത് ഈ മാധ്യമ പ്രവർത്തനം ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? മറ്റുള്ള അൽ ജസീറ, ഇറാൻ ഇന്റർനാഷണൽ, അതുപോലുള്ള പ്രസ് TV, ഇതേപോലത്തെ കുറച്ച് ചാനലുകളുണ്ടല്ലോ, ഇവർ ഇതിനെക്കുറിച്ച് കൂടുതൽ കൺസേൺ ആവേണ്ട. ഞങ്ങൾ എവിടെ പെർമിഷൻ മേടിക്കണോ അത് മേടിച്ചിട്ടാണ് അകത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞിട്ടാണ് പോകുന്നത്. കൃത്യമായി ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് അകത്ത് പോകുന്നുണ്ട്. കാരണം എന്ന് അറിയാമോ? തുർക്കി ഒരു സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷറുമായിട്ട് നടക്കുകയാണ്. അതെന്താ വെച്ചാൽ സിറിയ തുർക്കി ബോർഡറിൽ തുർക്കി കുറച്ചുകൂടെ സ്ഥലം കയറി പിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇസ്രായേൽ കയറി പിടിച്ചല്ലോ, അപ്പൊ ഞങ്ങളും കൂടെ കയറി പിടിക്കാമെന്നുള്ള രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിക്കൊണ്ട്, അതെക്കൊണ്ട് കുർദുകൾക്ക് നേരെ ഒരു ആക്രമണം നടത്തിക്കൊണ്ട് കുറച്ച് സ്ഥലം കയറി പിടിക്കാം എന്നുള്ള ധാരണ തുർക്കിക്കുണ്ട്. അപ്പൊ തുർക്കി കുറെ നാൾ കൊണ്ട് ഞങ്ങൾ മിലിറ്ററി സപ്പോർട്ട് തരാം, ഞങ്ങൾ അത് ഹെൽപ്പ് ചെയ്യാം, ഞങ്ങൾ ഇന്ന ഹെൽപ്പ് ചെയ്യാം, ഞങ്ങൾ ഇന്ന ട്രെയിനിങ് ചെയ്യാം, ഇന്ന ട്രെയിനിങ് തരാം, ഇതൊന്നും അവർക്ക് അറിയത്തില്ലേ? ഇത്ര നാൾ എവിടെയായിരുന്നു? അവർ ചെയ്തോളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ USA ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളായാലും ശരി, എല്ലാവരും കുറച്ചുകൂടെ സഹകരിച്ച് മുന്നോട്ട് വന്നിട്ട് ഈ ഒരു രാജ്യത്തിന് എങ്ങനെ ഒരു മോഡറേറ്റ് ലെവലിൽ തന്നെ ഒരു സർക്കാർ കൊണ്ടുപോകണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിൽ നിൽക്കുന്നത്. പക്ഷെ അതിന് അവിടുത്തെ ആ ഭരിക്കുന്ന വിമതരും കൂടെ സമ്മതിക്കണം എന്നുള്ളതാണ്. അവർക്ക് പെട്ടെന്ന് സോഫ്റ്റ്വെയർ വർക്കായിട്ട് നമ്മൾ തുർക്കിയോടാണ് നിൽക്കേണ്ടത്, നമ്മൾ അമേരിക്കയോടല്ല നിൽക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു ഉത്ബോധം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു കാര്യം. റഷ്യൻ ട്രൂപ്സ് ലാർജ് നമ്പർ ഓഫ് സോൾജേഴ്സ് വിഡ്രോവൽ ഫ്രം സിറിയ. റഷ്യൻ ട്രൂപ്സ് കൂട്ടം കൂട്ടമായി വിഡ്രോവൽ ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ റഷ്യയെ അവിടെ നിലനിർത്താൻ സിറിയൻ
ഇപ്പോഴത്തെ സിറിയൻ ഭരണകൂടം സമ്മതിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു പക്ഷേ ചെറിയൊരു പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ആവാനാണ് സാധ്യത. നമ്മുടെ വിലയിരുത്തൽ പ്രകാരം ഈ അസാദ് ഇന്നലെ അവിടെ നിന്ന് ഒരു അനൗൺസ്മെന്റ് വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാനായിരുന്നു താല്പര്യം, പക്ഷേ എനിക്ക് ഇങ്ങനെ വരേണ്ടി വന്നു, ആ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു, എനിക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ റഷ്യക്ക് അതൊരു പാരയായി വന്നെന്നാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ റഷ്യ ഇനി ഇവിടെ വേണ്ട എന്നുള്ള രീതിയിലുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നതാണ് പറയപ്പെടുന്നത്. ഒഫീഷ്യലി ഡിക്ലറേഷൻ ഒന്നും വന്നിട്ടില്ല. റഷ്യ ഇപ്പോഴത്തെ ഒരു എവാക്യുവേഷൻ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റഷ്യൻ പോസ്റ്റ് ഇനി ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. നരേന്ദ്രമോദി ഇന്ന് ശ്രീലങ്കൻ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ അവർ പറഞ്ഞത് ശ്രീലങ്കൻ പ്രസിഡന്റ് കൃത്യമായ ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. അതായത് എന്റെ ലാൻഡ്, അതായത് ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും ഇന്ത്യക്ക് എതിരെ ഉപയോഗിക്കാൻ ഞാൻ വിടത്തില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വാഗ്ദാനം പുള്ളി കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് സമാധാനം, അത്രയും. അറ്റ്ലീസ്റ്റ് ഈ ഒരു വ്യക്തി ആ ഒരു വാഗ്ദാനമെങ്കിലും കൊടുത്തല്ലോ. അപ്പൊ അത് പാലിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഏതൊരു സാഹചര്യത്തിലും ഈ ശ്രീലങ്ക എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യക്ക് പുറകിലിട്ട് കുത്തുന്ന ഒരു പണി തന്നിട്ടുള്ള ചരിത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു ചരിത്രമൊന്നും ഇല്ല അവന്മാർക്ക്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവന്മാരെ ഒരു വിശ്വാസം ഇല്ലാത്തത്. ഈ ശ്രീലങ്ക എന്ന് പറഞ്ഞ രാജ്യം നല്ല രീതിയിൽ ഇവർ എപ്പോഴും ഒരു ഡിപ്ലോമാറ്റിക് പ്ലേ വളരെ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരാണ് ശ്രീലങ്ക. അവരെപ്പോഴും ഇന്ത്യയുടെ എന്ത് കിട്ടണം, ഇന്ത്യയിൽ നിന്ന് എങ്ങനെ മേടിക്കണം സാധനങ്ങൾ, ഇന്ത്യയിൽ നിന്ന് എങ്ങനെ പൈസ സ്വന്തമാക്കണം, ചൈനയിൽ നിന്ന് എങ്ങനെ മേടിക്കണം, ഇതെല്ലാം അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഓന്തിന്റെ സ്വഭാവം കാണിക്കുന്ന ആൾക്കാരാണ് ഈ ശ്രീലങ്കൻ ഗവൺമെന്റ് ഭരിക്കുന്ന ആൾക്കാർ. ഇതുവരെ അങ്ങനെ തന്നെ ആയിരുന്നു. ശ്രീലങ്ക അടിപതറി കുഴിയിൽ വീഴുന്ന സമയത്ത് കയറ്റി വിട്ടത് ഇന്ത്യയാണ്. ശ്രീലങ്ക ആ പറഞ്ഞ വാക്ക് പ്രാവർത്തികമാക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.